തിരുവനന്തപുരം കിളിമാനൂരിൽ അധ്യാപകർ തമ്മിലുള്ള കുടിപ്പകയിൽ വിദ്യാർത്ഥിനിയെ ബലിയാടാക്കിയതായി പരാതി. കിളിമാനൂർ രാജാ രവിവർമ്മ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സംഭവം. എതിർച്ചേരിയിലെ അധ്യാപകൻ വിദ്യാർത്ഥിനിയെ ലൈംഗികമായി ഉപദ്രവിച്ചുവെന്നായിരുന്നു കള്ളപ്രചരണം. പിന്നീട് +1 വിദ്യാർത്ഥിനി നാണക്കേട് കാരണം പഠനം ഉപേക്ഷിച്ചു. പെൺകുട്ടിയുടെ അമ്മ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതി അന്വേഷണത്തിനായി സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറി. സംഭവത്തിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനാണ് കുടുംബത്തിന്റെ തീരുമാനം. അധ്യാപകർ തമ്മിലുള്ള തർക്കത്തിൽ +1 വിദ്യാർത്ഥിനിയെക്കുറിച്ച് വ്യാജപ്രചരണം നടത്തിയെന്നാണ് പരാതി. എതിർചേരിയിലെ അധ്യാപകൻ വിദ്യാർത്ഥിനിയെ ലൈംഗികമായി ഉപദ്രവിച്ചുവെന്നായിരുന്നു പ്രചരണം. അസുഖബാധിതയായ വിദ്യാർത്ഥിനി 4 മാസം അവധിയെടുത്തപ്പോഴാണ് വ്യാജപ്രചരണം നടത്തിയത്. സ്കൂളിലെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഉൾപ്പെടെ വിദ്യാർത്ഥിയുടെ പേര് പറഞ്ഞ് അധിക്ഷേപിച്ചു. സ്കൂളിലെ ഒരു അധ്യാപിക തന്നെയാണ് ഇക്കാര്യങ്ങൾ പ്രചരിപ്പിച്ചതെന്ന് വിദ്യാർത്ഥിനി പറയുന്നു. CWCയിലും പോലീസിലും അധ്യാപിക വ്യാജപരാതി നൽകി. CWC അന്വേഷണത്തിൽ ഉൾപ്പെടെ വ്യാജപ്രചരണമാണെന്ന് കണ്ടെത്തിയിരുന്നു. എന്നാൽ സ്കൂളിലടക്കം ഇല്ലാക്കഥകൾ പ്രചരിച്ചതോടെ നാണക്കേട് മൂലം വിദ്യാർത്ഥിനി പഠനം ഉപേക്ഷിച്ചു. +1 പഠിക്കുന്നതിനിടെ പെൺകുട്ടിക്ക് സൈലന്റ് ഫിറ്റ്സ് എന്ന രോഗം പിടിപെട്ടിരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ പ്രവേശിച്ചതിനെ തുടർന്ന് 4 മാസം സ്കൂളിൽ പോയിരുന്നില്ല. രോഗം മാറിയപ്പോൾ സ്കൂളിൽ പോകണമെന്നുണ്ടായിരുന്നുവെന്നും എന്നാൽ ആളുകൾ ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞ് എങ്ങനെ പെരുമാറുമെന്ന് പേടിയായിരുന്നെന്നും പെൺകുട്ടി പറയുന്നു. ആ അധ്യാപകനുമായി പരിചയം പോലും ഉണ്ടായിരുന്നില്ല. വാട്സപ്പ് ഗ്രൂപ്പിലെ വ്യാജപ്രചരണം മറ്റുള്ളവർ അറിഞ്ഞ് വലിയ നാണക്കേടുണ്ടായി. നാണക്കേട് കാരണം മുടി മുറിച്ച് നടക്കേണ്ട അവസ്ഥയുണ്ടായിരുന്നു. ഒരു അധ്യയന വർഷവും നഷ്ടമായി. തന്നെക്കുറിച്ച് കള്ളക്കഥകൾ പ്രചരിപ്പിച്ച അധ്യാപികയെ തുടരാൻ അനുവദിക്കരുതെന്നാണ് പെൺകുട്ടി ആവശ്യപ്പെടുന്നത്. സംഭവത്തിൽ കൂടുതൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനാണ് കുടുംബത്തിന്റെ തീരുമാനം. ന്യൂസ് 18 കിളിമാനൂർ.